ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ അപ്ഡേറ്റ്സ് കേൾക്കാം. ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ പണപ്പെട്ടി ടാസ്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ സീസണിലും ഒരു വ്യക്തിക്ക് മാത്രമായിരുന്നു അത് കിട്ടിയിരുന്നത്. എന്നാൽ ഇത്തവണ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാനും സാധിക്കും, എല്ലാവർക്കും പണം കൈക്കലാക്കാനും സാധിക്കും. അങ്ങനെ പണം കൈക്കലാക്കണമെങ്കിൽ ടാസ്ക് ചെയ്ത് വിന്നും ചെയ്യണം. അങ്ങനെ ഒരുപാട് ടാസ്കിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഇത്തവണ ബിഗ് ബോസ് പണം കൊടുക്കുന്ന പരിപാടി ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നി. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കിട്ടുമല്ലോ. പക്ഷേ ഇതിൽ വിൻ ചെയ്യുന്ന വ്യക്തിയുടെ ആ ഒരു കാശിൽ നിന്ന്, ആ ഒരു എമൗണ്ടിൽ നിന്ന് ഈ കിട്ടുന്ന എമൗണ്ട് മൈനസ് ആകും എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ 8ൻ്റെ പണി തന്നെയാണ്. അതുകൊണ്ട് ഇത്തവണ പണപ്പെട്ടി ടാസ്കും വളരെ ഡിഫറെൻ്റ് ആണ്. അതിലേക്ക് ശരിക്കും പണപ്പെട്ടി ടാസ്കിൻ്റെയൊക്കെ കാര്യങ്ങളും ഒക്കെ ചർച്ചയൊക്കെ ചെയ്തിരുന്നു. അതിൽ ലാലേട്ടൻ പൊക്കിയിട്ടും ഉണ്ടായിരുന്നു. അതിലേക്കായിരുന്നു അത് എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ. പക്ഷേ അതെല്ലാം 8 നിലയിൽ പൊട്ടി. ഇന്നിപ്പോൾ ആദിലയാണെങ്കിലും നൂറയാണെങ്കിലും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ലൈവിൽ. അപ്പോൾ ആദിലയാണെങ്കിലും പറയുന്നുണ്ടോ എന്തൊക്കെ മോഹമായിരുന്നു, എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു എന്നുള്ള കാര്യങ്ങൾ പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദിലയുടെ ആ ഒരു സ്വപ്നം നടന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നെവിന് പിന്നെ ഏത് ടാസ്കും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നെവിൻ അവർ ചെയ്യുന്ന ടാസ്കിൻ്റെ ഇടയിൽ കയറി ഓരോന്നൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് നെവിന് അത് ആർക്ക് കൊടുക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവത്തിൽ ഇൻക്ലൂഡായിട്ട് അവിടെ നിന്ന് വെറുതെ നിൽക്കുന്നില്ല. നെവിൻ അവിടെ ടാസ്കിലൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കിട്ടിയ എമൗണ്ട് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. ബിഗ് ബോസ് ഈ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത് എന്തുകൊണ്ടും വളരെ നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ.